ഹലോ, ഇന്ന് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കട്ട്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് കിഴങ്ങ് വേവിച്ചെടുക്കണം. കുക്കറിൽ കിഴങ്ങിട്ട് കുറച്ച് വെള്ളം ഉപ്പും ചേർത്ത് ഒരു വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഉപ്പ് ചേർത്ത് ഇതും ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ചെറുതായി നുറുക്കിയതാണ് ഇത് ഇട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതാണ് ഇത് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളകും പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഇവിടെ ഞാൻ ചെറുതായി മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരുന്നു. അതും കൂടി ചേർത്ത് ഇതൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ മസാല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച കിഴങ്ങ് ചൂടാറിയതിന് ശേഷം ഇതുപോലെ ഒരു തവി വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മസാലയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് രണ്ട് മുട്ട ഉടച്ചത്, പിന്നെ റസ്ക് പൊടി. ഇനി നമുക്ക് ഇത് ആദ്യം ഉരുളകളാക്കി ഒന്ന് മാറ്റി വയ്ക്കണം. നിങ്ങൾക്ക് പിടിക്കുമ്പോൾ ഇതുപോലെ ഉരുളകളായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് റസ്ക് പൊടി ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയാൽ മതി. അപ്പോൾ അത് റെഡിയായി കിട്ടും. ഇപ്പോൾ ഉരുളകളൊക്കെ ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ആദ്യം തന്നെ ഒന്ന് മുട്ടയിൽ മുക്കി പിന്നെ ഒന്ന് ബ്രെഡ് പൊടിയിൽ മുക്കി നമുക്കിത് ഓരോന്നായി ഒന്ന് മാറ്റി വെക്കുക. അങ്ങനെ നമ്മൾ ബോളുകളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക. ഇനി ഇതുപോലെ നെയ്യിൻ്റെ അടപ്പുണ്ടെങ്കിൽ അത് മതി. വേറെ എന്തെങ്കിലും ഒരു അടപ്പോ എന്തെങ്കിലും വെച്ച് ഇതുപോലെ ഒന്ന് അമർത്തി പ്രസ് ചെയ്തിട്ട് ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ലഭിക്കും. ഞാനിത് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടത് വെച്ചാൽ ആ ഷേപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നമുക്ക് നമ്മളെ ബോളുകൾ എല്ലാം എടുത്ത് ഇതുപോലെ ആക്കി കൊടുക്കാം. ബ്രെഡ് പൊടിയിൽ നല്ലതുപോലെ മുക്കണം, എന്നാലുള്ളൂ ഇതുപോലെ ആയി കിട്ടുക. അല്ലെങ്കിൽ പിന്നെ ഇത് പൊട്ടിപ്പോവും. ഇപ്പം ഞാൻ ഇതിൻ്റെത് മുഴുവൻ ഇവിടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. നിങ്ങൾ ചുട്ടെടുക്കുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് വേണം കേട്ടോ ഇതിട്ട് കൊടുക്കാൻ. ചൂടില്ലാതെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോകും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഇത് പൊട്ടിപ്പോകാറാണെന്നാണ് പറയാറ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും പൊട്ടാതെ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണാം.